ഈ ഒരു പെണ്ണ് കാരണം വരും കാലങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കാൻ പോകുന്ന രണ്ട് പ്രശ്നങ്ങൾ, അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ബസ് എന്നല്ല, ഇതുപോലത്തെ മോശമായ പ്രവർത്തനങ്ങൾ നേരിട്ടാൽ അത് സ്ത്രീകൾ പുറത്ത് പറയാനും അന്നേരം പ്രതികരിക്കാനും പേടി കാണിക്കും. അതൊന്നാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഇത് വീണ്ടും വീണ്ടും മുതലെടുക്കും. ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയി ആ വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ ഞാൻ അകത്താകുമോ എന്ന ഭയം വരുന്ന സ്ത്രീകളുണ്ട്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പെണ്ണ് കാരണം സ്ത്രീകൾ ഇനി വരും കാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം ഇത് കാര്യങ്ങളൊക്കെ അന്നേരം തുറന്നു പറയാനും പ്രതികരിക്കാനും പേടി കാണിക്കും. കാരണം ഇപ്പം നമുക്കൊക്കെ അറിയാം, ഈ ഷിംജിത എന്ന് പറഞ്ഞ പെണ്ണ് ഒരു മോശമായ പ്രവർത്തനം നേരിട്ടു എന്ന് പബ്ലിക്കായിട്ട് അല്ലേ, നാലാൾക്കാരെ മുന്നിൽ ആ ദീപക് എന്ന സഹോദരനെ ആകെ മാനം കെടുത്തി, ആകെ ഇല്ലാതാക്കി അല്ലേ. ചുരുക്കി പറഞ്ഞാൽ മനം നൊന്ത് ആ ദീപക് എന്ന സഹോദരന് സ്വയം ആത്മഹത്യ ചെയ്തു. അത് ചെയ്തപ്പോൾ ആര് പെട്ടു? ഷിംജിത പെട്ടു അല്ലേ. ആത്മഹത്യാ പ്രേരണ കുറ്റം. ഇന്ന് ഷിംജിത ജയിലിലാണ്. അതെന്താ കാരണം? ദീപക് എന്ന സഹോദരന് ആകെ സങ്കടത്തിലായി, മനം നൊന്ത് അല്ലേ. ചുരുക്കി പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത്. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ സ്ത്രീയെ കൊണ്ടാണ്. അതുകൊണ്ട് ഷിംജിത എന്ന പെണ്ണ് ജയിലിലും കയറി. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ, ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി വരാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങൾ ഇനി ഇതുപോലത്തെ മോശമായ പ്രവർത്തനങ്ങളൊക്കെ ആർക്കെങ്കിലും നേരിട്ടാൽ അത് അന്നേരം തുറന്നു പറയാനും അന്നേരം പ്രതികരിക്കാനും സ്ത്രീകൾ പേടി കാണിക്കും. അതേമാതിരി ഈ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് അവർ തുടർന്നുകൊണ്ടേ നിൽക്കും. കാരണം തനിക്കെതിരെ ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്ത് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അവർ അകത്താകും എന്ന ഒരു ഉദ്ദേശം കൂടി അവർക്കുണ്ട്, ആ ഒരു ധൈര്യം അവർക്കുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നിയമപരമായിട്ട് തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം മുന്നോട്ട് പോകുക, അന്നേരം പ്രതികരിക്കുക. ഇതന്നെയാണ് അതിൻ്റെ വെടിമരുന്ന്, അല്ലാത്ത വേറെ വെടിമരുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ടറിഞ്ഞ് യാത്രകളോ കണ്ടറിഞ്ഞ് കൈകാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് പോവുക. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രതിനിധി. ഏതായാലും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ, വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഏതായാലും നിങ്ങളും കൂടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അടിയിലേക്ക് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.